ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷവും സുഖവുമായിരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ എന്നോട് സംസാരിച്ച വചനം ഇതാണ്. അതിപ്രകാരമാണ്. പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ, പ്രസംഗിച്ചപ്പോൾ, ആ പ്രസംഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി ജനത്തിന്മേൽ പരിവർത്തിച്ചു. 3000 പേർ യേശുക്രിസ്തുവിൻ്റെ ശരീരമായി മാറി. പൗലോസ് പ്രസംഗിക്കുമ്പോൾ പുഴക്കരയിലും തനിക്ക് ലഭിക്കുന്ന ഇടങ്ങളിലെല്ലാം യേശുവിനെ പ്രസംഗിച്ചു കൊണ്ടിരുന്ന പൗലോസ് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് കഴിഞ്ഞ് വളരെ ശ്രദ്ധിക്കേണ്ടത്, ആരും ഒരു വലിയ പരിഗണന നൽകാതെ പത്രോസിന്റെ കൂടെ നടന്ന യോഹന്നാൻ ആരും മൈൻഡ് ചെയ്യാതിരുന്നെടുത്ത് യോഹന്നാനെ ഒറ്റയ്ക്ക് ദൈവം നടത്തുകയാണ്. ഒറ്റയ്ക്കും നടത്തിയത് എങ്ങനെ? തിളച്ച എണ്ണയ്ക്കകത്ത് കൊണ്ടിട്ടും അവിടുന്ന് ദൈവം പൊക്കിയെടുത്ത് പത്മോസിലേക്ക് നാട് കടത്തുകയാണ്. പത്മോസിൽ ചെന്നവനെല്ലാം തീർന്നു പോയിട്ടുണ്ട്. ഇന്ന് പകൽ ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം. നീ ഒറ്റയ്ക്കാണ്. നീ പലപ്പോഴും ചിന്തിക്കാറില്ലേ, ഞാൻ അവിടെ ചെന്നാൽ എങ്ങനെ ജീവിക്കും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഞാൻ ആ സ്ഥലത്ത് ചെന്നാൽ എനിക്കൊരു കൈത്താങ്ങൽ തരാൻ ആരുമില്ല, എനിക്ക് ബന്ധുക്കളില്ല, സ്വന്തക്കാരില്ല, ചാർച്ചക്കാരില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ചിന്തിച്ചിട്ടില്ലേ? എന്നാൽ യോഹന്നാനു വേണ്ടി പത്മോസിൽ ദൈവത്തിൻ്റെ ദൂതൻ യേശു കർത്താവ് തന്നെ അവന് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പത്രോസിൻ്റെ അണക്ക് വലിയ ജനസാഹചര്യമില്ല, പൗലോസിൻ്റെ അണക്ക് ജനം തന്നെ കേൾക്കാനില്ല. പക്ഷെ ഒരു കാര്യം യോഹന്നാന് സംഭവിച്ചു. താൻ പത്മോസിലായിരുന്നപ്പോൾ സ്വർഗം തനിക്ക് വേണ്ടി തുറന്ന് സ്വർഗം തന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഉന്നതിയിലിരുന്നവൻ തൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് തന്നോട് സംസാരിക്കാൻ തുടങ്ങി. അന്നത്തെ കാര്യം മാത്രമല്ല, വരാനുള്ള കാലഘട്ടങ്ങളിലൂടെ സന്ദേശത്തെ, ദൂതുകളെ, കർത്താവിൻ്റെ വരവിനെ, ദൈവസഭയുടെ പീഡനങ്ങളെ, ദൈവസഭയുടെ എഴുന്നേൽപ്പിനെ, കാന്തയാകുന്ന സഭയെ, മണവാട്ടിയാകുന്ന സഭയെ, കാന്തനാകുന്ന കർത്താവിനെ താൻ വരച്ചു കാട്ടി. ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന അപ്പോസ്തലന്മാർ പ്രസംഗിച്ച, ഇന്നും പിതാക്കന്മാർ പ്രസംഗിച്ച തെരുവോരങ്ങളിലും കടകമ്പോളങ്ങളിലും കൺവെൻഷൻ വേദികളിലും വ്യക്തിപരമായും കുടുംബത്തിൻ്റെ അകത്തും ഒരാളുടെ നടുവിലും ഈ സന്ദേശം പറയാനിടയായത് ഇതുകൊണ്ടത്രേ. ഏകാന്തതകളിലും അവൻ നിനക്കായി ഇറങ്ങി വരും. ധൈര്യമായിരിക്കെ, നിന്റെ നിയോഗത്തെ ദൈവം നിവർത്തിക്കാൻ പോവുകയാണ്. നിയോഗത്തിൻ്റെ മേലൊരു വലിയ ശക്തീകരണം നൽകി നിനക്കൊരു പുറപ്പാട് ഇന്ന് ദൈവം തരാൻ പോകുന്നു. കർത്താവെ, ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേലുള്ള നിയോഗങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ അങ്ങ് വേഗത്തിൽ നിറവേറ്റണം. ഇവിടെ പ്രയാസങ്ങളെ ദൈവം മാറ്റണം. വിഷയങ്ങളുടെ ജയം കൊടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.